ഫെബ്രുവരി 1 മുതൽ കറൻസി നോട്ടുകളെല്ലാം നിരോധിച്ചു എന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചുവെന്ന മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള സകല പത്രങ്ങളും. റിപ്പോർട്ടർ ചാനലിലാണെങ്കിൽ ആ ദുഃഖവാർത്ത വായിച്ച ഡോക്ടർ അരുൺകുമാറും. ആശങ്കയോടെ പത്ര ചാനൽ ഓഫീസുകളിലേക്ക് നാട്ടുകാരുടെ വിളിയോ വിളി. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം പുലിവാല് പിടിച്ചത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പത്രവായന ശീലമാക്കിയ അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ചെങ്കിലും ഓടിച്ചു പോകുന്ന മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മിക്ക പത്രങ്ങളുടെയും മുൻ പേജിൽ വന്നത്. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത രാജ്യത്ത് കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചു എന്നും ഇനി ഡിജിറ്റൽ കറൻസി വഴിയാണ് എല്ലാ ഇടപാടുകളും എന്നതായിരുന്നു. നോട്ട് നിരോധനത്തെക്കാൾ വലിയ വാർത്ത വായിച്ച പലരും ഞെട്ടി. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടും മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു ആ വാർത്ത വന്നത്. ഈ വാർത്തയിലെ ഉള്ളടക്കം രാജ്യത്ത് പേപ്പർ കറൻസി നിരോധിച്ചതായി RBI ഗവർണർ അറിയിച്ചു എന്ന വിധത്തിൽ ഉള്ളതായിരുന്നു. ഫെബ്രുവരി 1 മുതൽ പേപ്പർ കറൻസികൾ രാജ്യത്തുണ്ടാകില്ല എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം. പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്ത വായിച്ചവർ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നീട് മറ്റു വാർത്തകളിലേക്കും കണ്ണോടിച്ചതോടുകൂടിയാണ് സംഗതി മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്ന് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു ഇത്. കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറായി നൽകിയത്. 2050 പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കും എന്നതാണ് ഭാവന, അല്ലെങ്കിൽ ആ ഒരു ഭാവനയാണ് മാർക്കറ്റിംഗ് ഫീച്ചറിൽ അവർ ഉൾക്കൊള്ളിച്ചത്. പത്രങ്ങളുടെ മുൻ പേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന മുന്നറിയിപ്പ് നൽകി എങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതോടുകൂടി വാർത്ത വായിച്ചു ഞെട്ടിയ പലരും ആശങ്കപ്പെടുകയാണ് ചെയ്തത്. പരസ്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി പത്രം ഓഫീസുകളിലേക്ക് വായനക്കാരുടെ വിളികൾ തുടർന്നുകൊണ്ടേയിരുന്നു. വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. പത്ര ഓഫീസുകളിലേക്കും ഫോൺ വിളികളെത്തി. ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പരസ്യം നൽകിയത് എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. അതിനിടെ മാർക്കറ്റിംഗ് ഫീച്ചർ വായിച്ച് തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാധ്യമരംഗത്തെ പുലികൾ എന്ന് അവകാശപ്പെടുന്നവരും ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മോർണിംഗ് ഷോയ്ക്കിടെ പത്ര അവലോകന സെക്ഷനിൽ ആ ദുഃഖവാർത്ത വായിച്ചത് ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു. കറൻസി നോട്ടുകൾ എല്ലാം നിരോധിച്ചു എന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമാണ് എന്ന വാർത്ത സത്യമാണ് എന്ന് വായിച്ച അതേപടി അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പകർത്തുകയായിരുന്നു അരുൺകുമാർ. താൻ വായിക്കുന്നത് അബദ്ധമാണെന്ന് അരുൺകുമാർ ആദ്യം തിരിച്ചറിഞ്ഞതേയില്ല. റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് തെറ്റായാണ് വാർത്തയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും അരുൺകുമാർ ഇതിലെ വസ്തുത തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. പിന്നീട് അബദ്ധം പറ്റിയത് അരുൺകുമാർ തിരിച്ചറിഞ്ഞു. അതോടെ ഉരുണ്ട് കളിക്കുകയാണ് വാസ്തവത്തിൽ അരുൺ ചെയ്തത്. തനിക്ക് പറ്റിയ അബദ്ധം മറച്ചു വെച്ചുകൊണ്ട് അരുൺ സംസാരിക്കുകയായിരുന്നു. ബുദ്ധിജീവിയായ അരുൺകുമാറിന് പോലും, അല്ലെങ്കിൽ ഈയൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന അരുൺകുമാറിന് പോലും അത് മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സാധാരണക്കാരിൽ പലരും ആ വാർത്ത വായിച്ചു ഞെട്ടി എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതിനിടെ നമ്മുടെ മാതൃഭൂമി പത്രം അവരുടെ സ്വന്തം ഫോണ്ടിലും ലേഔട്ടിലുമാണ് ഈ മാർക്കറ്റിംഗ് ഫീച്ചർ അച്ചടിച്ച് വന്നത്. അതുകൊണ്ടാണ് വാർത്ത ശരിയാണ് എന്ന് പലരും ധരിച്ചു വെച്ചത്. എന്നാൽ പത്രത്തിൽ മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നും കൂടാതെ മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു. 2050 ജനുവരി 24 എന്ന ഡേറ്റ് ലൈൻ തന്നെ മലയാള മനോരമ പത്രത്തിലെ 1-ാം പേജിൽ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. പലരെയും ആശങ്കപ്പെടുത്തിയത് കറൻസി നിരോധന വാർത്തയായിരുന്നു. പലരും വാർത്ത ആധികാരികമാണ് എന്ന് തെറ്റിദ്ധരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വസ്തുതാ പരിശോധനയൊക്കെ നടത്തി വന്നു. അതിനിടെ ബാങ്കുകളിലടക്കം തിരക്കുകൾ വന്നു. വാർത്ത വായിച്ചവർ ഇനി എന്തു ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് ചായക്കടകളിൽ പോലും ഇരുന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥ വരെ വന്നു. അത്രയ്ക്കുണ്ടായിരുന്നു 1-ാം പേജ് മാർക്കറ്റിംഗ് ഫീച്ചറിന്റെ ഇമ്പാക്ട്. എന്നാൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ആ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബർ ഇടങ്ങളിൽ ഉയർന്നു വന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണം എന്ന് പോലും ചിലർ ആവശ്യപ്പെടുകയുണ്ടായി. ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത്. ജനയുഗം, ദീപിക, മംഗളം, മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, വീക്ഷണം, ചന്ദ്രിക, സുപ്രഭാതം, ജന്മഭൂമി തുടങ്ങി എല്ലാത്തിലും മാർക്കറ്റിംഗ് ഫീച്ചർ എത്തി എന്നതാണ്. സാങ്കല്പികമായ ഈ വാർത്തകൾ ഉൾപ്പെടുത്തിയ 1-ാം പേജ് വലിയ ഹിറ്റായി എന്നതിൽ തർക്കമില്ല. അതേസമയം മാർക്കറ്റിംഗ് എന്ന നിലയിൽ ഗംഭീരമായ മാർക്കറ്റിംഗ് തന്ത്രമാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായത്. പത്രങ്ങളിലെ പരസ്യം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
കബളിപ്പിക്കലായി ഈ വാർത്തകൾ മാറുകയായിരുന്നു. സൈബർ തട്ടിപ്പുകാർക്ക് ഭാവിയിൽ ഇത്തരം വാർത്തകൾ വഴിമരുന്നിടുമോ എന്ന ആശങ്കയും വളരെ ശക്തമാകുകയാണ്.